കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും കൊടികുത്തി വാഴുന്ന കാലത്താണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാലകളിലേക്ക് ചേമഞ്ചേരിയും കീഴരിയൂരും എടുത്തുചാടിയത്. 1942 ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇവിടുത്തെ യുവാക്കൾ ഇറങ്ങിത്തിരിച്ചു. അംശക്കച്ചേരിയും തിരുവങ്ങൂർ റെയിൽ ഹാൾട്ടും കത്തിച്ചുകൊണ്ട് തുടക്കം. വൈസ്രോയി വരുമ്പോൾ ഫാറൂഖ് പാലം തകർക്കാൻ ബോംബുണ്ടാക്കലായിരുന്നു അടുത്ത ഘട്ടം. മാവട്ടുമലയിൽ ബോംബ് പരീക്ഷിച്ചു നോക്കുന്നതിനിടെ ഉഗ്രസ്ഫോടനമുണ്ടായി. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പോലീസിന്റെയും നരനായാട്ടിനൊടുവിൽ എല്ലാവരെയും പോലീസ് കൊണ്ടുപോയി. ബോംബ് ഉണ്ടാക്കിയിട്ട് ആ കക്ഷികളെ കാണിക്കാൻ പോയത് എൻ്റെ ജ്യേഷ്ഠനാണ്. ഉണങ്ങി നോക്കും മിറ്റം നിറച്ചും പട്ടാളക്കാരും MSP പോലീസും. അക്കാലഘട്ടത്തിലാണല്ലോ ബോംബ് ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണ് കേൾക്കുട്ടിനെ പിടിച്ചുകൊണ്ടുപോയത്. കേൾക്കുട്ടി, സെക്കൻഡ് ഡിപ്പാച്ചർ, കന്നാട്ട കുഞ്ഞിക്കണാരെ, പിന്നെ ശാസ്ത്രത്തിൽ രാമോട്ടി, ഇവരൊക്കെ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സ്മാരകമായി ചേമഞ്ചേരിയിലെ രജിസ്ട്രാർ ഓഫീസ് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി പറയുന്നു. എന്നാൽ ചരിത്രത്തെ വർഷത്തിലൊരിക്കൽ മാത്രം ചെത്തിമിനുക്കി സൂക്ഷിച്ചാൽ മതിയെന്ന തത്വം ശീലിച്ചുപോയി എല്ലാവരും. സ്മാരകം ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നു. മനോജ് പയ്യന്നൂരിനൊപ്പം ശാലിനി ദാസ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.